ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന് ഒഫീഷ്യലി തെലുങ്കിൽ നിന്നും പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് കുബേര. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പം റിലീസായിട്ടുണ്ട്. ഇന്നലെയാണ് റിലീസായത്. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തമിഴ് ട്രെയിലർ കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തെലുങ്ക് കണ്ടാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തമിഴ് ട്രെയിലർ തന്നെ നമുക്ക് കാണാം. മലയാളം റിലീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് നോക്കിയിട്ടുമില്ല. എന്തായാലും തമിഴ് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനിപീഡിക. കുബേര സിനിമയുടെ ഓൾറെഡി നമ്മളിതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അതിന് കോപ്പിറൈറ്റ് വരികയും അതിൻ്റെ അകത്ത് ഓഡിയോ സെക്ഷനൊക്കെ പോവുകയൊക്കെ ചെയ്ത് ഇപ്പോഴും അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രോമിസിങ് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒരു പ്ലോട്ടായിരുന്നു സംഭവം ചെയ്തിരുന്നത്. എന്നാൽ ട്രെയിലറിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുബേര എന്ന് പറയുന്ന സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത്. ആ ഗ്ലിംസ് വന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഞാനൊരു സ്റ്റോറി ലൈൻ പറഞ്ഞിരുന്നു. അപ്പോൾ മേ ബി അത് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം പറയാം. എന്തായാലും ആദിത്യ മ്യൂസിക് തമിഴിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. എന്തു പറ്റി? പരസ്യമില്ലാതൊരു കളിയില്ല. ഹെയർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഹെയറിൻ്റെ പരസ്യം. கோடி கோடி கோடினா எவ்வளோ சார்? ஓயிலுங்கிறது சாதாரண விஷயம் இல்லை. ஆள்ற அரசாங்கத்தையே தூக்கி அடிச்சுட்டு புது அரசாங்கத்தை ஹரிஷ் பெரடி உருவாக்குற விஷயம். எனக்கு வேணும் சித்தப்பாச்சி. இந்த நாட்டுல பணம் வேலை செய்யுது, நீதி நியாயம் இல்லை. இது சரித்திரம். இவனை வச்ச வாய தொடர்ந்தீங்க கொன்னே போட்டுருவேன். அவங்க மேல கை வைக்கிற வேலை வச்சுக்காதீங்க. என் பேர் தீபக். உங்களை தவிர யாரும் தெரியாது மேடம். சாகவானா மேடம்? என்ன பண்றது? வாழ்றதுக்கு தான் பொழைக்கணும். தீபா எங்க இருக்கான்னு சொல்லி. ஸ்ரீ பிரசாத் அவனை எப்படி கண்டுபிடிக்கிறது? ஒரு பிச்சைக்காரன் கவர்மெண்ட் ரிஸ்கிலே கொண்டு வந்து எனக்கும் காட்டுறது நல்லதுதான் தீபக்ஜி. ஆனா அது கொஞ்சம் கொஞ்சமா உங்களையே கொன்னுடும். பணம், பவர், கோட்டு எல்லாம் அவங்க கையில தான் இருக்கு. இந்த உலகம் பூரா அவங்க தான். இந்த உலகம் அவங்களோடது மட்டும் இல்லை மேடம், என் உலகமும் தான். நீங்க சொன்ன காசு, போலீஸ் எதுவுமே அவங்க கிட்ட இருக்காது. பாத்துக்கிறேன். அப்படின்னா ജൂൺ 20. തീർന്നില്ലേ? ഇനി പരസ്യം മാത്രമേ ഉള്ളൂ. പരസ്യം മാത്രമല്ലേ ഉള്ളൂ, തീർന്നല്ലോ. ഇനിവേ സാധനം പൊളിച്ചു, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര് ഒരു മിനിറ്റ്. ശേഖർ കമുലയാണ് സംവിധാനം. അതുപോലെ തന്നെ DSP ആണ് ഇതിൻ്റെ മ്യൂസിക്. തോട്ടാത്തരനെയാണ് ആർട്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനർ രശ്മിക മന്ദാന, നാഗാർജുന, ധനുഷ്, ഹരീഷ് പേരാടി അവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്നത്. ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. പടം സ്ക്രീൻ പ്ലേ ഷാർപ്പായാൽ ഒന്നും നോക്കാനില്ല, തിയേറ്റർ കത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഗംഭീര ട്രീറ്റ് ആയിരിക്കും. ആ ഒരു വൈബ് ട്രെയിലറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഒരു പിച്ചക്കാരനായിട്ടുള്ള ഒരാൾക്ക് നാഗാർജുന ഒരു ഹെൽപ്പ് ചെയ്യുകയും ആ ഹെൽപ്പ് മേ ബി ഒരു കോടികളുടെ അല്ലെങ്കിൽ അത്രയും വലിയൊരു പൈസയുടെ ഇടപാടും ആയിട്ട് ബന്ധപ്പെട്ട ഒരു
റീസൺ ആയിരിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരാളായിട്ട്, ഒരു അൾട്ടിമേറ്റ് ആളായിട്ട് ഇവനെ ഒരു സൈനിങ് അതോറിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് പുള്ളിയെ കാണാതാവുന്നതും പിന്നീട് നടക്കുന്ന ഡ്രാമയും കാര്യങ്ങളും പുള്ളിക്ക് കിട്ടുന്ന ടോർച്ചറും കാര്യങ്ങളൊക്കെ കാരണം പുള്ളി തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് സിനിമ എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും മേ ബി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്താൽ തിയേറ്റർ കത്തും, ഒരു സംശയമില്ലാതെ പറയാം. കാരണം ആ ട്രെയിലറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു വൈബ്, പടത്തിനൊരു വൈബുണ്ടല്ലോ, ആ ഒരു സോളുണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട്. മേ ബി ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആകുന്ന ഒരു സിനിമയായിരിക്കാം. ധനുഷിൻ്റെ കുറച്ച് നാളായിട്ട് നല്ല സിനിമകളൊന്നും വന്നിട്ടില്ല. സോ ഇതൊരു സൂപ്പർ ഫിലിമായി മാറട്ടെ. പുള്ളി ഓഡിയോ ലോഞ്ചിൽ അത്ര ആക്റ്റീവായിട്ടാണ് സംസാരിച്ചത്. സോ നല്ലൊരു പടമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജൂൺ 20 ഇവിടെ റിലീസ് എന്തായാലും ഉണ്ട്. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ചെന്നപ്പോൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അത് ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കണ്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം വന്നിരിക്കും. സോ ഇപ്പോൾ ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.